തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇത്തവണ ഏറ്റവും അഭിമാനകരമായ ഒരു പ്രശ്നമാണ്. കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാൻ ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം പുറത്തിറക്കി രാവ് പകലാക്കി ചോര നീരാക്കി മഴയെന്നോ വെയിലെന്നോ ചൂടെന്നോ തണുപ്പെന്നോ വ്യത്യാസമില്ലാതെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും അനന്തപുരിയുടെ രാജവീതിയിലൂടെ വോട്ടഭ്യർത്ഥിച്ച് നടക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അനന്തപത്മനാഭന്റെ മണ്ണിൽ ഇത്തവണ ത്രിവർണ്ണ പതാക വാനിലുയർത്തുമെന്ന് ശപഥം ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ വോട്ടഭ്യർത്ഥിച്ച വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മികച്ച സ്ഥാനാർത്ഥികളെ മാറ്റുരച്ചു നോക്കിയാൽ പത്തരമാറ്റിന്റെ തിളക്കത്തോടെ പുറത്തു വരുന്ന മിന്നും താരങ്ങളെയാണ് കോൺഗ്രസ് ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തി പ്രചരണ രംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. മുൻ അരുവിക്കര എംഎൽഎയും മുൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനുമായിരുന്ന കെ ശബരിനാഥൻ കവടിയാർ ഡിവിഷനിൽ ജനവിധി തേടുകയാണ്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ തിരുവനന്തപുരത്തിന്റെ സമര യൗവനമായ നേമം ഷജീർ ജനവിധി തേടുന്നു. KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പരിചയസമ്പന്നതയ്ക്കും പുതുമുഖങ്ങൾക്കും ഒരേപോലെ മുൻതൂക്കം നൽകുന്ന പട്ടിക പ്രസിദ്ധീകരിച്ച രാഷ്ട്രീയ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിയാണ് കോൺഗ്രസിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പവർ ഹൗസ് ക്രൗഡ് പുള്ളർ എന്ന് വിശേഷിപ്പിക്കുന്ന K മുരളീധരനാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം തിരുവനന്തപുരത്തിന്റെ MP ശശി തരൂരുണ്ട്, മുൻമന്ത്രി VS ശിവകുമാറുണ്ട്, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അധികായകരായ നേതാക്കന്മാരിൽ ഒരാളായ MM ഹസനുണ്ട്. ഇത്തരത്തിൽ പരിണിത പ്രജ്ഞനായ യുവാക്കളായ നേതാക്കന്മാരെ എല്ലാം രംഗത്തിറക്കിയാണ് കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെങ്ങും ഇല്ലാത്ത വിധമുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ പിടിച്ചെടുത്തേ മതിയാകൂ. അനന്തപത്മനാഭന്റെ മണ്ണിൽ അനന്തപത്മനാഭന്റെ രാജവീതിയിൽ ഇത്തവണ ത്രിവർണ്ണ പതാക വാനിലുയർത്തുമെന്ന പ്രഖ്യാപനമാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സധൈര്യം കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എണ്ണയിട്ട യന്ത്രം കണക്കെ എല്ലാ മേഖലകളിലും കോൺഗ്രസിന്റെ പ്രവർത്തകർ വീടാന്തരം കയറി വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ്. കോൺഗ്രസിന് ഇത്തവണ ജയിക്കണം. കാരണം എന്താണെന്നല്ലേ? തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഒരു പ്രബല ശക്തിയായി മാറിയിട്ടുണ്ട് എന്നത് നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. ഒരേ സമയം BJPയുടെ വർഗീയ ഫാസിസത്തെയും CPMന്റെ വർഗ ഫാസിസത്തെയും നേരിട്ട് കൊണ്ട് തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ സ്നേഹത്തിന്റെ കട തുറക്കാനുള്ള നെട്ടോട്ടമാണ് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്. അവിടെ എല്ലാ രാഷ്ട്രീയക്കാരെയും ചേർത്ത് പിടിച്ച സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ അവകാശങ്ങളിൽ അവരിലേക്ക് എത്തിക്കാൻ, അവരുടെ പ്രയാസങ്ങൾ കേൾക്കാൻ, അവരുടെ പരിഭവങ്ങൾ കേൾക്കാൻ, അവരുടെ സന്തോഷങ്ങളിൽ, അവരുടെ ദുഃഖങ്ങളിൽ, അവരുടെ സങ്കടങ്ങളിൽ അവർക്കൊപ്പം ചേർന്ന് അവരിൽ ഒരാളായി പ്രവർത്തിക്കാൻ കോൺഗ്രസ് അല്ലാതെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വോട്ട് ചോദിക്കുന്നത്. അനന്തപത്മനാഭന്റെ മണ്ണ് കോൺഗ്രസിന്റെ ഏറ്റവും വേരോട്ടമുള്ള മണ്ണാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിന് അല്പം സ്വല്പം ഇടിവ് തട്ടിയ സാഹചര്യത്തിലാണ് അവിടെ BJPക്ക് കടന്നു വരാൻ കഴിഞ്ഞത്. എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെയല്ല. അനന്തപത്മനാഭന്റെയും ആറ്റുകാലമ്മയുടെയും മണ്ണിൽ ഇത്തവണ വിസ്മയം തീർക്കാൻ, വിസ്ഫോടനം സൃഷ്ടിക്കാൻ, വിസ്മയം തീർക്കാൻ കോൺഗ്രസ് കടന്നു വരികയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വികസനത്തിന്റെ വെള്ളി വെളിച്ചം വിതറാൻ, വികസനത്തിന്റെ തേര് തെളിയിക്കാൻ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം തിരുവനന്തപുരത്ത് ഇല്ല എന്ന് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി അറിയാം. 2 തവണയായി തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് പറ്റിയ കയ്യപദമുണ്ട്. അതായത് BJPയെ കോർപ്പറേഷന്റെ പ്രതിപക്ഷത്തേക്ക് എത്തിച്ച ആ കയ്യപദം ഇത്തവണ തിരുവനന്തപുരത്തെ ആളുകൾ മാറ്റിമറയ്ക്കാൻ പോവുകയാണ്. കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിലേക്ക് വരാൻ പോവുകയാണ്. K ശബരിനാഥന്റെ നേതൃത്വത്തിൽ, നേമം ഷജീറിന്റെ നേതൃത്വത്തിൽ, നീതു വിജയന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം മുമ്പെങ്ങുമില്ലാത്ത വിധം പാർട്ടിക്കകത്ത് അസാരസ്യങ്ങളില്ല, പാർട്ടിക്കകത്ത് അപ്രീതികളില്ല, പാർട്ടിക്കകത്ത് അസ്വസ്ഥതകളില്ല, പാർട്ടിക്കകത്ത് പടലപ്പിണക്കങ്ങളില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഒരു കല്ലിൽ കൊത്തിയ ശില്പം പോലെ, ഒരു മാലയിൽ കോർത്ത മുത്തുമണികൾ പോലെ, ഒരു ചരടിൽ കോർത്ത പുഷ്പങ്ങൾ പോലെ കോൺഗ്രസ് പ്രവർത്തകർ എണ്ണയിട്ട യന്ത്രം കണക്കെ തിരുവനന്തപുരത്തിന്റെ രാജവീതിയിൽ രാവ് പകലാക്കി ചൂടെന്നോ തണുപ്പെന്നോ മഴയെന്നോ വെയിലെന്നോ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കേരളത്തിൽ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ വികസനത്തിന്റെ വിസ്മയം തീർക്കാൻ, വികസനത്തിന്റെ വിസ്ഫോടനം സൃഷ്ടിക്കാൻ, വികസനത്തിന്റെ വെള്ളി വെളിച്ചം വിതറാൻ ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കുമ്പോൾ ഡിസംബർ 13-ന് വോട്ടെണ്ണി കഴിയുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു കോൺഗ്രസിന്റെ മേയർ ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയാണ് കോൺഗ്രസ് ക്യാമ്പ് പങ്കുവെക്കുന്നത്.